ഹലോ ഡിയർ ഫ്രണ്ട്സ്, ചെമ്പനീർ പൂവിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ രേവതി പറയാണ്, എന്താ പറയുന്നത്, ആ ഫ്രോഡിൻ്റെ കാൽക്കിൽ എൻ്റെ സച്ചേട്ടൻ വീഴണമെന്നോ? അന്ന് കാറ് വിറ്റ് സച്ചേട്ടൻ കാശ് കൊടുത്തില്ലായിരുന്നെങ്കിൽ ഞങ്ങളുടെ എല്ലാം കാറ് അവൻ പിടിച്ചെടുത്തേനെ. ഞങ്ങളും കുടുംബമൊക്കെ പട്ടിണി അടക്കേണ്ടി വന്നേനെ. അപ്പം നമ്മുടെ കൂട്ടുകാരെല്ലാവരും പറയുന്നുണ്ട്, നല്ല മനസ്സാണ് സച്ചിയുടേത്. വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഇങ്ങനെ ചെയ്യുമായിരുന്നോ? ഇന്നത്തെ കാലത്ത് എല്ലാവരും അവനവന് വേണ്ടിയിട്ട് തന്നെയാണ് പ്രവർത്തിക്കുന്നത്, ചിന്തിക്കുന്നതും. പക്ഷേ സച്ചി അങ്ങനെയല്ല. അവരുടെ കൂടെ ഉള്ളവർക്ക് വേണ്ടിയിട്ടും അവൻ നല്ലത് ചെയ്യാൻ എപ്പോഴും റെഡി ആയിട്ടുള്ളവനാണ്. അവന് ജീവനായിരുന്നു ആ കാറ്. അത് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അവൻ വിറ്റു. അവനെപ്പോലൊരു ഫ്രണ്ടിനെ കിട്ടിയതിൽ ഞങ്ങൾ ഭാഗ്യവാന്മാരാണ്. കാർ അവൻ നഷ്ടപ്പെടുത്താൻ സാധ്യതയുണ്ടോ എന്ന് ഭയന്ന് ഞങ്ങൾ അവനെ കുറ്റപ്പെടുത്തിയിരുന്നു. പക്ഷേ അവൻ അതൊന്നും മനസ്സിൽ വെച്ചില്ല. അവനത് വിറ്റ് ഞങ്ങളെ സഹായിക്കുകയാണ് ഉണ്ടായത്. ഞങ്ങളിങ്ങനെ സന്തോഷത്തോടെ ഇരിക്കാനും കാരണം അവനാ. എന്നിട്ടിങ്ങനെ പറയുന്നുണ്ടേ, ഞങ്ങളിങ്ങനെ സന്തോഷത്തോട് കൂടിയിട്ട് ഇരിക്കുന്നത് മാത്രമല്ല, ഞങ്ങൾക്ക് എന്ത് സപ്പോർട്ട് വേണമെങ്കിലും തരുന്നതും അവൻ തന്നെയാണ്. പുറമേ ഉള്ളവർക്ക് അവൻ ഭയങ്കര ദേഷ്യക്കാരനാണ്. പക്ഷെ അവൻ്റെ മനസ്സ് ഞങ്ങൾക്കേ അറിയത്തുള്ളൂ. സച്ചി എത്ര നല്ലവനാണെന്ന് അവനെ അടുത്തറിയുന്നവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. അവനെ പോലെ നന്മയുള്ളവൻ വേറെ അധികം കാണില്ല. കാറ് വിറ്റതിൻ്റെ പേരിൽ രേവതി അവനോട് ദേഷ്യപ്പെടരുത്. ഉള്ളിൽ നല്ല വിഷമമുണ്ട്, പുറമെ അത് കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. അവനെ ആരും മനസ്സിലാക്കുന്നില്ല. തനിച്ചാണെന്നുള്ള തോന്നലൊക്കെ ഉണ്ട് സച്ചിക്ക്. അദ്ദേഹം തനിച്ചാണെന്നുള്ള തോന്നൽ വേണ്ട, ഞാനുണ്ട് അദ്ദേഹത്തിന് എന്നിങ്ങനെ രേവതി പറയുന്നുണ്ട്. എനിക്കറിയാം അദ്ദേഹത്തെ. ഞാൻ മനസ്സിലാക്കിയതുപോലെ മറ്റാരും അദ്ദേഹത്തെ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. എൻ്റെ അനിയൻ്റെ കാര്യത്തിൽ ആലോചിക്കാതെ ചിലർ ചെയ്തു. അതുകൊണ്ട് ചെറിയ പിണക്കം ഉണ്ടായിരുന്നു എനിക്ക്. അല്ലാതെ അദ്ദേഹത്തോട് ദേഷ്യമൊന്നുമില്ല. ഇപ്പോൾ എനിക്ക് ആ ദേഷ്യം അവനോട്, ആൻ്റണിയോട്. അവൻ എൻ്റെ സച്ചിയേട്ടനോട് കാല് വീണ് മാപ്പ് ചോദിക്കാൻ പറഞ്ഞല്ലേ, അവന് ഞാൻ വെറുതെ വിടില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി അവിടെ നിന്നും പോവുകയാണേ. എന്നിട്ട് നമ്മുടെ രേവതി നേരത്തെ ചെല്ലുന്നത് ആൻ്റണിയുടെ ഓഫീസിലോട്ടാണേ. ഡാ ആൻ്റണി എന്ന് വിളിച്ചുകൊണ്ടാണ് ചെല്ലുന്നത്. അപ്പോഴത്തേക്കിന് ആൻ്റണി നോക്കിയിട്ട്, രേവതി ചേച്ചിയോ, വാ ഇരിക്കുക എന്ന് പറയുവാണേ. വാ ഇരിക്കുന്നൊക്കെ പറയാം. മാടിനെപ്പോഴല്ലേ വളർന്നത് നിനക്ക് ഞാൻ ചേച്ചിയോ? എന്തിനെങ്ങനെ ദേഷ്യപ്പെടുന്നു എന്നിങ്ങനെ ആൻ്റണി ചോദിക്കുവാണേ. ഒരു ജ്യൂസ് എടുക്കട്ടെ, ഇരിക്കുക എന്നിങ്ങനെ പറയാം. എന്നിട്ട് നമ്മുടെ രേവതി പറയുന്നുണ്ട്, നിൻ്റെ ജ്യൂസ് കുടിക്കാനല്ല ഞാൻ ഇവിടേക്ക് വന്നത്. നീ ആരെടാ, ഇവിടുത്തെ രാജാവോ? പൂക്കറ്റടിച്ച് നടന്ന അലവലാതി പയ്യനല്ലേടാ നീ? എൻ്റെ ഭർത്താവ് നിൻ്റെ കാലിൽ വീണ് ക്ഷമ ചോദിക്കണം അല്ലേ? അപ്പോഴത്തേക്ക് നമ്മുടെ ആൻ്റണി പറയാം, അവൻ എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് എൻ്റെ തോളിൽ കൈവച്ചു. നിൻ്റെ കയ്യിലിരിപ്പ് അതാണല്ലോ, നിന്നെ പിന്നെ എങ്ങനെ അടിക്കാതിരിക്കുമെന്ന് ഇങ്ങനെ രേവതി ചോദിക്കുവാണേ. അതിന് ഞാനൊന്നും ചെയ്തിട്ടില്ല. പലിശയുടെ പൈസ ചോദിച്ചു. അതിനാണ് അവൻ എന്നെ തല്ലാൻ വന്നതും ശരത്തിൻ്റെ കൈ പിടിച്ചോടിച്ചതും. നിൻ്റെ കൂടെ കൂടിയതിന് ശേഷമാണ് ശരത്ത് ഇപ്പം ഞങ്ങൾ പറഞ്ഞാൽ കേൾക്കാതെ ഇഷ്ടത്തിന് ഒപ്പിച്ച് നടക്കുന്നത് എന്നിങ്ങനെ ആൻ്റണിയുടെ അടുത്ത് പറയുകയാണേ. ഞാനിപ്പോൾ സത്യസന്ധമായിട്ടാണ് ജോലി ചെയ്യുന്നതെന്നിങ്ങനെ പറയുക. അന്നേരം നമ്മുടെ രേവതി പറയുന്നുണ്ട്, എനിക്കറിയാം നിൻ്റെ സത്യസന്ധത. ചെറിയ രീതിയിൽ മോഷണമായിട്ട് നടന്ന നീ ഇപ്പോൾ വലിയ തോതിൽ മോഷ്ടിക്കാൻ തുടങ്ങി. നീ ആരാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. എൻ്റെ സച്ചിയേട്ടനോട് നിൻ്റെ കാലിൽ വീണ് ക്ഷമ ചോദിക്കാൻ പറയാനും മാത്രം നീ വളർന്നോടാ? അദ്ദേഹത്തിൻ്റെ കാലിൻ്റെ നഖത്തിൻ്റെ വിലയുണ്ടോ നിനക്ക്? നിന്നെപ്പോലെ മോഷ്ടിച്ചും പിടിച്ചു പറിച്ചുമൊന്നുമല്ല അദ്ദേഹം ജീവിക്കുന്നത്. അധ്വാനിച്ച് കഷ്ടപ്പെട്ടിട്ടാണ്. അദ്ദേഹത്തിന് വേണ്ടി മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്നവർക്ക് വേണ്ടി കൂടിയാണ് അദ്ദേഹം ജീവിക്കുന്നത് എന്നിങ്ങനെയൊക്കെ രേവതി പറയുന്നുണ്ട്. നിങ്ങളെങ്ങനെ വിശ്വസിച്ചു? കുടിച്ചിട്ട് കണ്ണിൽ കണ്ടവരെല്ലാം തല്ലുക, അതാണല്ലോ അവൻ്റെ ഹോബി. അതുകൊണ്ടൊക്കെയാണ് ശരത്തിൻ്റെ കൈയും പിടിച്ചോടിച്ചത്. ശരത്തിൻ്റെ കൈയും ഒടിച്ചെങ്കിൽ അത് ശാസിക്കാനും കുറ്റപ്പെടുത്താനും അല്ലെങ്കിൽ അവനെ നേർവഴിക്ക് നടത്താനും ഉള്ള അധികാരം ശരത്തേട്ടനുണ്ട്, സച്ചിയേട്ടനുണ്ട്. അപ്പം ഞാനതൊക്കെ കേട്ടിട്ട് മിണ്ടാതെ നിൽക്കുന്നു നീ കരുതിയോടാ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ആനേൻ്റെ അടുത്ത് നല്ല രീതിയിൽ പറയുന്നുണ്ടേ. എനിക്കെന്ത് വന്നാലും പ്രശ്നമല്ല, എൻ്റെ സുഹൃത്തുക്കൾക്കൊന്നും വരരുതെന്ന് കരുതിയിട്ടാണ് കാറ് വിറ്റ പൈസ നിൻ്റെ മുഖത്തേക്ക് സച്ചിയേട്ടൻ വലിച്ചെറിഞ്ഞത്. അതാണ് എൻ്റെ സച്ചിയേട്ടൻ. മറ്റുള്ളവർക്ക് വേണ്ടി നല്ലത് ചെയ്തു അദ്ദേഹം. ഇപ്പോൾ അദ്ദേഹം ഓട്ടോ ഓടിക്കുക. 10 രൂപയ്ക്ക് പോലും മറ്റുള്ളവരുടെ മുമ്പിൽ കൈ നീട്ടില്ല സച്ചിയേട്ടൻ. അങ്ങനെയുള്ള ഒരാളോട് ക്രിമിനലായ നീ നിൻ്റെ കാൽക്കീഴിൽ വന്ന് വീഴണമെന്ന് പറഞ്ഞിരിക്കുകയാണല്ലേ? നീ അങ്ങനെ പറയുന്ന സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ നിൻ്റെ ചെവിടടിച്ച് പൊട്ടിച്ചെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി കൈ ഓങ്ങുവാണേ. അപ്പോഴത്തേക്കിനും 2 ഗുണ്ടകൾ അങ്ങോട്ടേക്ക് വരുവേ. ആരോടാണ് സംസാരിക്കുന്നതെന്ന് അറിയുമെന്ന് നിനക്ക് എന്നും പറഞ്ഞുകൊണ്ട് ഓടി വന്ന് തല്ലാനായിട്ട് ഇങ്ങനെ ഒരുങ്ങും കേട്ടോ. അപ്പോഴത്തേക്കിനും ആൻ്റണി പറയുവേ, ഡാ മാറി നിൽക്ക്, ഇത് നമ്മുടെ ശരത്തിൻ്റെ ചേച്ചിയാണ്. ചേച്ചി, നിങ്ങൾ ദേഷ്യത്തിന് എന്തൊക്കെയോ പറയുകയാണ്, എൻ്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല എന്നിങ്ങനെ ആൻ്റണി പറയുമ്പോൾ നമ്മുടെ രേവതി പറയുന്നുണ്ട്, തെറ്റ് ചെയ്യാത്ത ഒരു പുണ്യാളൻ. ഡാ നീ ആരാ, എങ്ങനെയുള്ളവനാന്നൊക്കെ എനിക്കറിയാം. നിൻ്റെ സമയം ഇപ്പം നല്ലതാ. അതുകൊണ്ടാണ് അദ്ദേഹത്തോട് ഇങ്ങനെയൊക്കെ പെരുമാറിയിട്ടും നിൻ്റെ തടിക്കൊരു കേടും കൂടാതെ നീ ഇപ്പോഴും ഇങ്ങനെ തന്നെ ഇരിക്കുന്നത്.
സച്ചിയേട്ടൻ ആരാണെന്ന് നിനക്കിപ്പോഴും മനസ്സിലായിട്ടില്ലെന്നാണ് തോന്നുന്നത്. ഞങ്ങളുടെ ഏരിയയിലെ ഗജാനന്ദൻ എന്ന് പറയുന്നൊരു കൊള്ളപ്പലിശക്കാരനുണ്ടായിരുന്നു. നിന്നെ കഴിഞ്ഞ ക്രിമിനലായിരുന്നു അവൻ. ഇപ്പോൾ നീ ഒന്ന് അന്വേഷിച്ച് നോക്ക് അവൻ എവിടെയുണ്ടെന്ന്. സച്ചിയേട്ടൻ അടിച്ച അടിയോടെ അവനൊന്ന് മയങ്ങി ഈ കിടക്കുക ഇപ്പോൾ അവൻ. നീയൊക്കെ സച്ചേട്ടന് മുന്നിലേ ഒന്നുമല്ല, വെറും ഒരു കീടം എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും ആൻ്റണിക്ക് ഭയങ്കരമായിട്ട് അങ്ങ് ദേഷ്യം വരുവാണ്. എന്നിട്ട് ആൻ്റണീൻ്റെ കൈയൊക്കെ എടുത്ത് ആൻ്റണിയുടെ ചെവിയിലൊക്കെ ഇങ്ങനെ തടവുന്നുണ്ട് കേട്ടോ. അല്ല, നീ എന്തിനാ എൻ്റെ നീനെ കൂടെ നിർത്തിയേക്കുന്നത്? അവൻ പഠിക്കുന്ന പയ്യനാ, അവനെ നീ അങ്ങ് വിട്ടേക്ക്. ഇനി എൻ്റെ ഭർത്താവിൻ്റെ കുറുകെ വന്നാൽ അദ്ദേഹം ഒന്നും ചെയ്യില്ലായിരിക്കും, പക്ഷെ ഞാൻ എന്തോ ചെയ്യുമെന്ന് പറയാം. നാട്ടുകാരുടെ മുന്നിൽ വെച്ചിട്ട് ചെരുപ്പൂരി അടിക്കും ഞാൻ. നിൻ്റെ പല്ല് താഴെ വീഴും, എല്ലാവരുടെ മുന്നിൽ നീ നാണം കെടും എന്നൊക്കെ പറയുമ്പോൾ ആൻ്റണി ഇങ്ങനെ പല്ലിറുമ്മി ഇങ്ങനെ തലയാട്ടിക്കൊണ്ട് നിൽക്കുവാണേ. പിന്നെ പുറത്തിറങ്ങി നടക്കാൻ പറ്റത്തില്ല നിനക്ക്, അടങ്ങിയിരുന്നാൽ നിനക്ക് നല്ലത് എന്നിങ്ങനെ കൈ ചൂണ്ടിയിട്ട് രേവതി സംസാരിക്കുവാണേ. എന്നിട്ട് നമ്മുടെ രേവതി അങ്ങോട്ടേക്ക് പോവുക. എന്നത്തേക്കിനും മറ്റുള്ളവരെല്ലാം പറയുവേ, എന്താ ആൻ്റണിയേട്ടാ ഇത്, നിങ്ങളുടെ നേർക്ക് കൈവിരൽ ചൂണ്ടിയെന്നാൽ ആ വിരൽ ഓടിക്കുന്ന ആളല്ലേ നിങ്ങൾ, എന്നിട്ടെന്ന് ഒന്നും മിണ്ടാതെ നിന്നേന്നിങ്ങനെ ചോദിക്കുവേ. ആ പെണ്ണ് വന്ന് എന്തൊക്കെയാണ് പറഞ്ഞിട്ട് പോയത്, അവളെ വെറുതെ വിടരുതായിരുന്നു, അടിക്കണമായിരുന്നു അവളെ എന്നൊക്കെ ഇങ്ങനെ മറ്റുള്ളവരും പറയുവാണേ. അന്ന് സച്ചി നിങ്ങളെ തല്ലി, ഇന്ന് ഭാര്യ വന്നിട്ട് ഇത്രയൊക്കെ പറഞ്ഞിട്ട് പോയി, ഇതൊക്കെ പുറത്തറിഞ്ഞെന്നാൽ നിങ്ങൾക്ക് അപമാനമല്ലേ എന്നിങ്ങനെ കൂടെയുള്ളവർ ചോദിക്കുവാണേ. അപ്പം നമ്മുടെ ആൻ്റണി പറയുന്നുണ്ട്, നിങ്ങളിതാരോടും പറയണ്ട, നിങ്ങളിത് പറഞ്ഞു എന്ന് ഞാൻ അറിഞ്ഞാൽ നിങ്ങളുടെ കൈയും കാലും ഞാൻ തല്ലി ഓടിക്കും. അപ്പോൾ കൂട്ടുകാർ പറയുവേ, ഇത് ശരത്തിനെ അറിയിക്കണം പറയുവാണേ, വേറെ ആരോടും ഞങ്ങൾ പറയത്തില്ല. അപ്പോൾ ശരത്ത് ഇങ്ങനെ അറിയണമെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ആൻ്റണി പറയുന്നുണ്ട്, ശരത്തിനോടും പറയരുത്, നമ്മൾ സുഹൃത്തുക്കൾ മാത്രമാണ്, എന്നാൽ ശരത്തിൻ്റെ ചേച്ചിയാണ് അവർ, അവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായെന്ന് പറഞ്ഞാൽ ശരത്ത് അവരുടെ കൂടെ നിൽക്കുള്ളൂ. ഇവളുടെ ഭർത്താവിന് വേണ്ടിയിട്ട് സംസാരിച്ചു പോയ ഇവളെ നമുക്ക് പെരുമാറേണ്ടത് വേറെ രീതിയിലാണ്. ഇവളും ഇവളുടെ ഭർത്താവും അധികം നാൾ ഒന്നിച്ച് കഴിയില്ല. അതിനെന്താ പ്ലാൻ എന്നിങ്ങനെ ചോദിക്കും കേട്ടോ. ശരത്ത് നമ്മുടെ കയ്യിലുണ്ടല്ലോ. സച്ചിയുടെയും രേവതിയുടെയും ജീവിതത്തിൽ ഇനി എന്ത് നടക്കണം, എന്ത് നടന്നുകൂടാ എന്ന് ഞാൻ തീരുമാനിക്കും എന്ന് ആൻ്റണി പറയുവാണ്. പിന്നീട് കാണിക്കാൻ നമ്മുടെ ശ്രുതിയാണ്. രണ്ടുപേരും കൂടെ ഡൈനിങ് ടേബിളിൽ അടുത്തിരുന്നിട്ട് ആപ്പിൾ മുറിച്ച് കഴിക്കുക കേട്ടോ. കഴിക്കുന്നതിനിടയ്ക്ക് പറയുന്നുണ്ട്, ഡെയിലി ആപ്പിൾ കഴിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണ്, എന്നാൽ കഴിച്ചേന്ന് പറഞ്ഞിട്ട് കൊടുക്കും കേട്ടോ. അന്നത്തേക്കിനും നമ്മുടെ ശ്രുതി പറയും, ഞാൻ കൈ തരുമല്ല, വായി വെച്ച് തരാം, വാ പൊളിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കഴിപ്പിക്കുകയാണ് കേട്ടോ ശ്രുതിനെ. ഈ നയാഗ്ര വെള്ളച്ചാട്ടം എന്ന് പറയുന്നത് അമേരിക്കയ്ക്കും കാനഡയ്ക്കും ഇടയിലാണ്. അപ്പം നമുക്ക് പോകുമ്പോൾ നമുക്ക് കാണാമെന്ന് പറയുവേ. അതെങ്ങനെ കാണാനാ, നീ പോകുന്നുണ്ടോ എന്ന് ചോദിക്കുവേ. അല്ല, ഞാൻ കാനഡയ്ക്ക് പോകാനായിട്ട് നിൽക്കുകയാണല്ലോ. അപ്പോൾ ക്യാഷ് എവിടെ നിന്ന് വരും? അതെ, നീ നിൻ്റെ അച്ഛനോട് ചോദിക്കുക, ഒരു വർഷം കൊണ്ട് നമുക്ക് തിരിച്ചു കൊടുക്കാമെന്നേ. ശ്രുതി, ജോലിക്ക് നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ക്യാഷ് കയ്യിലേക്ക് ഒഴുകും, നമുക്ക് കാനഡയിലെ വീടും സ്ഥലവും ഒക്കെ മേടിക്കാം എന്നിങ്ങനെ നമ്മുടെ ശ്രുതി പറയുകയാണേ. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി ചോദിക്കേ, ശ്രുതിയുടെ പേഴ്സിൽ ഇപ്പോൾ എത്ര രൂപയുണ്ടെന്ന് ചോദിക്കേ. അതൊന്നും ഇല്ലെന്ന് പറയേ. എന്നിട്ട് ശ്രുതി ഇങ്ങനെ മുഖം വെച്ചുകൊണ്ടിരിക്കും കേട്ടോ. അന്നത്തേക്കും നമ്മുടെ ശ്രുതി വീണ്ടും പറയുകയാണ്, അത് ഇപ്പോഴത്തെ അവസ്ഥയല്ലേ, ജോലി കിട്ടിക്കഴിയുമ്പോൾ അതെല്ലാം മാറുമല്ലോ, ഉറപ്പായിട്ടും ഞാൻ പ്രോപ്പർട്ടീസ് മേടിക്കും. എവിടെ? ഇവിടെ അല്ല, അങ്ങ് കാനഡയിൽ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്കിനും ശ്രുതി ഇങ്ങനെ ഒരുമാതിരി വളിച്ചിട്ട് ഇങ്ങനെ ചിരിക്കും കേട്ടോ. എന്നിട്ട് കാനഡ എന്നും പറഞ്ഞുകൊണ്ട് എണീച്ച് പോവേ. ചേട്ടാ, ഇവക്ക് കാനഡയിലെ വീട് ഇഷ്ടമല്ലേ എന്നിങ്ങനെ ശ്രുതി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിനും ഒരു കോളിംഗ് ബില്ല് വരുന്നുണ്ട്. എന്നിട്ട് ആരാണെന്ന് തോന്നിയിട്ട് അങ്ങോട്ട് ചെല്ലുന്നുണ്ട് കേട്ടോ. നല്ല പരിചയമുള്ള ബാക്കാണല്ലോ, കാരണം അദ്ദേഹം പുറംതിരിഞ്ഞ് നിൽക്കുമായിരുന്നേ. മറ്റാരുമല്ല വന്നത്, നമ്മുടെ ശ്രുതി പൈസ മേടിച്ച ആളാണേ. എന്നിട്ട് എന്തിനാ വന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും പറയുക, ഞാൻ തന്ന കാശും പലിശയും മേടിക്കാനാണ് വന്നതെന്ന് പറഞ്ഞിട്ട് ഉള്ളിലേക്ക് പോകും കേട്ടോ. എൻ്റെ കാശ് തരുന്നിടം വരെ നീ ഉള്ളിടത്തൊക്കെ ഞാനും ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. നിന്നെ അന്വേഷിച്ച് ഞാൻ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി. നിൻ്റെ പേര് പോലും കൂടെ പറയുന്ന അവർക്ക് ഇഷ്ടമല്ല, നിൻ്റെ പേര് പറഞ്ഞെന്നാൽ തല്ലൂന്നാണ് എന്നോട് പറഞ്ഞത്. എന്നിട്ട് പിന്നെ വന്നയാൾ പറയുകയാണേ, ജോലി സ്ഥലത്തുനിന്ന് ഏറ്റവും കൂടുതൽ പുറത്താക്കിയതിൻ്റെ പേരിൽ ഗിന്നസ് റെക്കോർഡ് കിട്ടുന്നത് നിനക്കായിരിക്കും എന്ന് പറഞ്ഞ് നമ്മുടെ ശ്രുതിനെ കളിയൊക്കെ ആക്കുന്നുണ്ടേ. ബ്രോ, ഞാൻ മേടിച്ച കാശ് ഞാൻ എത്രയും പെട്ടെന്ന് തരാം, ഇപ്പം നീ ഇവിടെ നിന്ന് പോ, അമ്മ അച്ഛനൊക്കെ പുറത്ത് പോയിരിക്കുക, അവരിപ്പോൾ വരും. അത് തന്നെയല്ല, എൻ്റെ വൈഫും ഇവിടെ ഉണ്ട്, കാശ് വാങ്ങിയ കാര്യം അവരൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാകും. ചെറിയ കുട്ടികളെ പോലെ ഇപ്പോഴും അച്ഛനും അമ്മയും പേടിയാണല്ലോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും നമ്മുടെ ശ്രുതി അങ്ങോട്ടേക്ക് വരുവേ. ശ്രുതി, ഇതാരോടായി സംസാരിക്കുന്നതെന്ന് ചോദിക്കുവേ. നീ മേലോട്ട് ചെല്ല്, ഞാൻ സംസാരിച്ചിട്ട് വരാമെന്ന് പറയുവേ. അന്നേരത്തേക്കിനും ശ്രുതി ഇങ്ങോട്ടേക്ക് വരും കേട്ടോ. നിന്ന് കഴിയുമ്പോഴത്തേക്കിനും നമ്മുടെ ബ്രോ ആണെങ്കിൽ അവരുടെ അടുത്ത് എന്ത് സംസാരിക്കുവേ. എന്നെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുവേ. എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ടോ എന്ന് പറയുമ്പോഴത്തേക്കിനും നമ്മുടെ ബ്രോ പറയുന്നുണ്ട്, പാർക്കിൽ വെച്ചാണ് കണ്ടിട്ടുള്ളത്.
ആ എന്നെ ക്ലയൻസാണെന്നും പറഞ്ഞുകൊണ്ടാണ് പരിചയപ്പെടുത്തിയത്. പക്ഷേ ഞങ്ങൾ പാർക്ക് മേറ്റ്സാണ്. ഇവൻ ജോലിക്ക് പോയിക്കൊണ്ട് നിന്നപ്പോഴത്തേനും ജോലിക്ക് പോകാതെ പാർക്കിലാണ് ഞങ്ങൾ രണ്ടാളും കണ്ടുമുട്ടിക്കൊണ്ടിരുന്നത്. അന്നേരത്തേക്കിനും നമ്മുടെ സ്തുതി അവനെ വിളിച്ചുകൊണ്ട് പോകാനായിട്ട് ഒരുങ്ങും കേട്ടോ. സ്തുതി നീ ഉള്ളിലോട്ട് പോകാൻ പറയുക. അന്നേരത്തേക്കിനും വന്നയാൾ ബ്രോ പറയും കേട്ടോ, ആ കുട്ടി ഇവിടെ നിൽക്കട്ടെ, എനിക്ക് ആ കുട്ടീനോടാണ് സംസാരിക്കാനുള്ളത്. നിന്നെ എനിക്ക് വിശ്വാസമില്ല. ഹോട്ടലിലെ ജോലിയും പോയി, ഇനി നിന്നോട് സംസാരിച്ചിട്ട് എന്ത് കാര്യം? ബ്രോ ബ്രോ എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും വഴക്കടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ സ്തുതി ചോദിക്കുക, നിങ്ങൾക്കിപ്പോൾ എന്താ വേണ്ടെന്ന് ചോദിക്കുക. കാര്യത്തിലേക്ക് വരാം. ഇവൻ എന്നോട് 25,000 രൂപ മേടിച്ചിരുന്നു, മുതലും പലിശയും ചേർത്തിട്ട് അതെനിക്ക് വേണം. ഇവൻ ജോലിക്ക് പോകുന്നില്ലായിരിക്കും, പക്ഷേ നിങ്ങൾ പാർലർ നടത്തുന്നുണ്ടല്ലോ, അതുകൊണ്ട് തന്നെയല്ല നിങ്ങളെ കണ്ടിട്ടാണ് ഞാൻ കാശും ഇവന് കൊടുത്തത്. വാങ്ങിയ കാശ് തിരികെ തരണ്ടേ? തരാതിരിക്കുന്നത് തെറ്റല്ലേ? കുറേ ഡിഗ്രി ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. പറഞ്ഞിട്ട് എന്ത് കാര്യം? വാങ്ങിയ കാശ് ഇതുവരെ തിരികെ തരാൻ പറ്റിയിട്ടില്ല. നിങ്ങളാണെങ്കിൽ തിരികെ തരില്ലേ? തരും, കാരണം നിങ്ങളൊരു ബിസിനസ് വിമനാണ്. വാങ്ങിയ കാശ് തിരികെ കൊടുത്തില്ലെങ്കിൽ വെറുതെ വിടുമോ സിസ്റ്റർ എന്നിങ്ങനെ ചോദിക്കുവാണേ. കാശ് തരാത്തവരെ നടു റോഡിൽ പിടിച്ചു നിർത്തി 2 എണ്ണം പൊട്ടിച്ചതിന് ശേഷമായിരിക്കും കാര്യം തീരുമാനിക്കുക. നമ്മൾ പഠിച്ചവരല്ലേ, ആ ലെവലിൽ നിന്ന് താഴെ പോകാൻ പറ്റത്തില്ലല്ലോ, അല്ലേ സിസ്റ്റർ? സുധി കാശ് മേടിച്ച കാര്യം അറിയില്ലായിരുന്നു. ഇപ്പോൾ അറിഞ്ഞല്ലോ. ഞാൻ മറ്റുള്ളവരെ പോലെ ഭീഷണിപ്പെടുത്താറില്ല, ഒച്ച വയ്ക്കാറുമില്ല. പണം വാങ്ങാനായി വീട്ടിൽ ഗുണ്ടകളെ വിടാറുമില്ല. അതുപോലെ തന്നെ ആളെ തട്ടിക്കൊണ്ട് പോകാറുമില്ല. സിസ്റ്റർ, ഞാൻ ഡീസൻ്റായിട്ടാണ് പെരുമാറുന്നത്. കാശ് വാങ്ങിയവരും അതുപോലെ പെരുമാറിയെന്നാൽ ഒരു കുഴപ്പവും ഉണ്ടാകില്ല. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു എന്ന് പറയുമ്പോഴത്തേക്കിനും നമ്മുടെ ശ്രുതിനെ നോക്കുന്നുണ്ടേ. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി ഇങ്ങനെ തലയാട്ടുവേ, നിങ്ങൾക്ക് കാര്യം മനസ്സിലായി. എന്നിട്ട് ഇതെൻ്റെ കാർഡാണെന്നും പറഞ്ഞുകൊണ്ട് കാർഡ് എടുത്ത് ശ്രുതിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ക്ലയൻറ്റ് അങ്ങോട്ട് പോവുകയാണേ. പോകുന്നതിന് മുന്നേ പറയുന്നുണ്ടേ, നീ ഭാഗ്യവാനാ, നിനക്ക് നല്ല അണ്ടർസ്റ്റാൻഡല്ലോ, വൈഫിനെ കിട്ടിയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് പോകുന്നത്. ശ്രുതി, അന്ന് നിനക്ക് ഞാൻ ശമ്പളം കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് പൈസ തന്നില്ലേ, ആ പൈസ ഇവനോട് കടം മേടിച്ച കാശാ. അവൻ എൻ്റെ ഫ്രണ്ടാണ്, അതുകൊണ്ടാണ് ഇത്ര സോഫ്റ്റായിട്ട് സംസാരിച്ചു എന്നൊക്കെ ഇങ്ങനെ ശ്രുതി പറയുവാണ്. ശ്രുതി, നീ മണ്ടനായിട്ട് അഭിനയിക്കുവാണോ? അവൻ സോഫ്റ്റായിട്ടൊന്നും അല്ല പെരുമാറിയത്. നിന്നെ പേടിപ്പിച്ചിട്ടാണ് പോയിരിക്കുന്നത് അവൻ. എന്താ ശ്രുതി ഇത്? കണ്ടവരോടൊക്കെ പൈസ മേടിച്ചു, എന്നിട്ടത് മറച്ചു വെക്കുന്നു. ഹസ്ബൻഡും വൈഫിൻ്റെ ഇടയ്ക്കിൽ അങ്ങനെയൊന്നും മറച്ചു വെക്കാൻ പാടില്ല. എല്ലാം ഓപ്പണായിട്ട് പറയണം, അപ്പോഴാണ് റിലേഷൻഷിപ്പിന് അർത്ഥം ഉണ്ടാവുന്നത്. ശ്രുതി, നീ എന്നെ ഇങ്ങനെ പറ്റിച്ചുകൊണ്ടേ ഇരിക്കുക. ശ്രുതി, നിനക്കന്ന് സ്റ്റാഫിന് കൊടുക്കാൻ ബോണസ് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് കാശ് വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ അവളോട് കടം മേടിച്ചത്. അപ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട്, ഞാൻ നിന്നോട് കടം മേടിക്കാൻ പറഞ്ഞോ? കടം മേടിച്ചുകൊണ്ട് വന്ന് സാലറി കിട്ടിയതാന്ന് പറഞ്ഞു. കണ്ടവന്മാരൊക്കെ വീട്ടിൽ വന്ന് എന്നെ വരട്ടിയിട്ടും പോണു. സോറി ശ്രുതി എന്ന് പറയുവേ. അപ്പോഴത്തേക്കിന് എന്ത് സോറി എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിയുടെ കൊങ്ങായ്ക്ക് പിടിക്കും കേട്ടോ. ഇനി ഞാൻ ഇവനും കാശ് കൊടുക്കണോ? എത്ര പേർക്കാണ് ഞാൻ കാശ് കൊടുക്കേണ്ടത്? ശ്രുതി, നീ ഇനി വേറെ ആർക്കാണ് കാശ് കൊടുക്കാനുള്ളത്? അന്നത്തേക്കിന് തെറ്റ് ചെയ്തിട്ട് നീ എന്നെ വരണ്ട കേട്ടോ എന്ന് പറഞ്ഞ് ശ്രുതി ചൂടാവുന്നുണ്ടേ. ഇനി എൻ്റെ മുന്നിൽ വന്നു പോകരുത് എന്ന് പറഞ്ഞിട്ട് ശ്രുതിനെ ആട്ടിപ്പായിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കിന് ശ്രുതി വീണ്ടും പുറകെ ചെല്ലുന്നുണ്ട് കേട്ടോ. വീണ്ടും ശ്രുതി എന്ന് പറഞ്ഞിട്ട് ശ്രുതി ഓടി ചെല്ലുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് പൂർണ്ണമാകുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ്.